പാകിസ്ഥാനുമായി തുടരുന്ന സംഘർഷത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിൽ വ്യാപകമായ പ്രചരണങ്ങൾ നടന്നിരുന്നു. ഒരു അടിയന്തരാവസ്ഥയ്ക്ക് പോലും സാധ്യതയുണ്ട്. അതിൻ്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കും, രാജ്യത്തിൻ്റെ സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള ഒരു സ്ഥിതി കണക്കിലെടുത്ത് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ളൊരു നീക്കമുണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങൾ പല കോണുകളിൽ നിന്നും പ്രചരിച്ചിരുന്നു. എന്നാൽ അത്തരം അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരത്തെ തീരുമാനിച്ചത് പ്രകാരം തന്നെ സമയബന്ധിതമായി തന്നെ നടക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലായി പൂർത്തിയാകുന്ന തരത്തിൽ തന്നെയാകും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുക എന്ന് സുനിൽ അറോറ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കിയത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടിയും പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുമൊക്കെ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ള അഭിപ്രായ സർവേകളുമൊക്കെ വരുന്നത് അത്രമേൽ നല്ല ഒരു സ്ഥിതിയല്ല BJPക്ക് എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന സംഘർഷമൊക്കെ കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള ഒരു നീക്കം പല കോണുകളിൽ നിന്നും ഉയർന്നേക്കാം എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ വളരെ സജീവമായി നമ്മുടെ രാജ്യം ചർച്ച ചെയ്തിരുന്നതാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വളരെ വാശിയേറിയ ഡിബേറ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ഇതാണല്ലോ ഏറ്റവും പരമപ്രധാനമായ ഒരു ഘട്ടത്തിൽ കൂടി നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നതിന് പര്യാപ്തമായ ഒന്നല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഈ മാസം അവസാനത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ ഈ ടെൻഷനുകൾക്കൊക്കെ ഇടയിലും നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. രാജ്യത്തെ യഥാർത്ഥ യുദ്ധം തുടങ്ങുകയാണ്.